ചൂടില് നമ്മൾ ചൂടുള്ള ഇലക്ഷന്റെ വാർത്ത അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബസ്സിൽ വന്നിരിക്കുന്നത്, ജുമാന ബസ്സിൽ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാന്ന്. ഇപ്പോഴത്തെ ചൂട്, അതിലൂടെ ഇലക്ഷന്റെ ചൂട് എങ്ങനെയാണ് പറയുന്നത്? ആര് ജയിക്കും എന്നെല്ലാം ഒരു ഇത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റും. എങ്കിലും ഇപ്പോഴത്തെ ഭരണം മോശമായിരുന്നു. 5 വർഷക്കാലം നമ്മുടെ ചിത്രന് ഇരുന്നത് വല്ല മോശം ഉണ്ടായിരുന്നോ? ആരിരുന്നത്? പി ചിത്രജൻ. എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിയത്തില്ല അതിനെ പറ്റിയോ. അറിയത്തില്ല. ഒരു ഇലക്ഷനെ പറ്റി ചോദിക്കും. ഇപ്പൊ നമുക്ക് ചൂടും അതിനോട് ചൂടായിട്ട് ഇലക്ഷന്റെ കാര്യം കൂടെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നുള്ള ഭരണത്തിൽ ആര് വരുമെന്നല്ല ഒരു ഗസ് വരുമോ? ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഒരു ഐഡിയ ഉണ്ടല്ലോ. പറയാൻ പറ്റത്തില്ല. ആരോടെല്ലാം പറയാൻ ഉദ്ദേശമുണ്ട്? അറിയത്തില്ല. ഇപ്പൊ ഇലക്ഷന്റെ സമയമാണല്ലോ. അപ്പൊ LDF ആണ്, UDF ആണ്, BJP ആണ് ഇനിയുള്ള വരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? UDF ആയിരിക്കും. അച്ഛാ, UDF ആണ്. മോനെ, ഇപ്പൊ ഇലക്ഷന് സമയമാണല്ലോ. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? LDF UDF? മോനെ വോട്ടുണ്ട്? ഇല്ല. ക്ഷമ. നമുക്കിപ്പോ ഭയങ്കര ചൂട് സമയമാണല്ലോ. അവരുടെ കൂടെയാണ് ഇലക്ഷന്റെ ചൂട്. എങ്ങനെ ഇത് ഇലക്ഷൻ എങ്ങനെ വിലയിരുത്തും? ഏത് സർക്കാർ? LDF UDF? UDF വരും. അപ്പൊ ഇവരുടെ എല്ലാരെയും ഈ ബസ്സിൽ ഞാൻ കയറിയിട്ട് എല്ലാരും പറയുന്നത് UDF ആണെന്നാണ് പറയുന്നത്. നമുക്ക് മറ്റു വിശേഷങ്ങളും കൂടെ തിരക്കാം നമുക്ക്. അപ്പം നമുക്ക് അവരുടെ സ്റ്റാഫിനോടൊന്ന് ചോദിക്കാം. UDF BJP? LDF. ജുമാന ബസ്സിൽ ഒരാളെങ്കിലും നമ്മളെ പാർട്ടി LDF ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ മണ്ണഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബാക്കി വിശേഷം. ഇരട്ടക്കുളങ്ങര മണ്ണഞ്ചേരിയിലുള്ള ജുമാന ബസ്സിലാണ് കയറിയിരിക്കുന്നത്. ജുമാന ബസ്സിനോട് ആദ്യം ചോദിച്ചപ്പം ആദ്യം തന്നെ നിങ്ങൾ വന്ന് വീഡിയോ ചെയ്തു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. അതുപോലെ തന്നെ ബസ്സിൽ എന്താ ഡ്രൈവറാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും നല്ലൊരു അനുകൂലമായിട്ടാണ് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തത്. നമുക്കിനി മണ്ണഞ്ചേരിയിലോട്ട് പോകാം. നമ്മൾ നേരെ മണ്ണഞ്ചേരിയിലോട്ട് വിടുകയാണ്. ഞാനിവിടെ മണ്ണഞ്ചേരി പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് അതിന്റെ അടുത്ത് സലീമിക്കാട് ബിരിയാണി കട ഒന്ന് കയറി നോക്കിയാലോ? സലീമിക്കയുടെ കട എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലും സലീമിക്കയുടെ കട തന്നെയാണ് ആലപ്പുഴയിലുള്ളതും. നമ്മുടെ ആലപ്പുഴ സെക്രട്ടറി ബസാറിലും എല്ലാ സ്ഥലത്തും സലീമിക്കയുടെ ബിരിയാണി കട എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മണ്ണഞ്ചേരിയിലുള്ള സലീമിക്കയുടെ കടയിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ വന്നപ്പോ നല്ല വൈബും ആ ബിരിയാണി ചെമ്പ് തുറന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. ഇത് പെട്ടെന്ന് തന്നെ കഴിയാറായി. ഇവിടെ നല്ല കച്ചവടം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ ആലപ്പുഴയിലെ ബിരിയാണി കിട്ടണമെങ്കിൽ സലീമിക്കയുടെ തന്നെ വരണം. കണ്ടിട്ട് തന്നെ എന്റെ നാവില് കൊഴുക. പക്ഷെ ഞാൻ സലീമിക്കയുടെ ബിരിയാണി കഴിക്കത്തുള്ളൂ കേട്ടോ ആലപ്പുഴയിൽ. ഇവിടെ തീരാറായ ചിക്കനും ബീഫ് രണ്ടും ഒരുവിധം തീരാറായി. ഇവിടെ ഇപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ട്? 4 വർഷമായി. അതുപോലെ തന്നെ ഓർഡർ ഈ ബീഫും ചിക്കനും മാത്രമേ ഉള്ളൂ? നമുക്കിവിടെ ഇപ്പോൾ നിലവിൽ ചിക്കനും ബീഫും ഉണ്ട്. പിന്നെ ഓർഡർ അനുസരിച്ച് ഫിഷ് ഉണ്ട്, മട്ടൺ ഉണ്ട്, വെജിറ്റബിളുണ്ട്, എല്ലാ ബിരിയാണിയും ഉണ്ട് നമുക്ക് അവൈലബിൾ. ഇവിടെ എത്ര മണിക്ക് വരും? നമ്മളിവിടെ 11 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ആവും. പിന്നെ ഒരു 1:30-2 മണിയാകുമ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ MLA ചിത്രജിന്റെ ഏരിയ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ഇലക്ഷൻ നടക്കുള്ളൂ. ഇപ്പൊ ഈ ചൂട് സമയത്ത് ചൂട് ഇലക്ഷൻ. അപ്പം നിങ്ങളുടെ ഇതിൽ ഇനി ആരായിരിക്കും ഭരണം വരുന്നത്? ആരും വരും? തുടർ ഭരണം ആര് വരും? ഓക്കെ, അങ്ങനെയൊന്നുമില്ല. അല്ല, തോമസിനെ പറ്റി നല്ല അഭിപ്രായമുണ്ട്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിത്തരഞ്ജൻ സാറിന്റെ പ്രവർത്തനമൊക്കെ കണ്ടതാണ്. നമുക്കും കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. AD തോമസിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മണ്ണഞ്ചേരിയില് MLA ഫണ്ട് ഉപയോഗിച്ച്, അതായത് നമ്മുടെ കഴിഞ്ഞ MLA TP ചിത്രജിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്.
ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യമുണ്ട്. അവര് പറയാതെ തന്നെ അവരുടെ കഷ്ടതയ്ക്കനുസരിച്ച് ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുത്തത് ആ MLA ആ ഒരു ഇപ്പൊ നമുക്ക് കിട്ടിയ അനുഭവം. ഓട്ടോ ഡ്രൈവറായ ഷിഹാബുദ്ദീൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സ് തൊട്ടറിഞ്ഞ് ഞങ്ങൾക്കൊരു ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾ പോലും ചോദിക്കാതെ തന്നത് ഞങ്ങളുടെ MLA ആണ്. ശരിയാണോ? ശരിയാണ്. ശരിയാണ്. ഇവിടെ മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട. ഞങ്ങളെ MLA ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കേരളത്തിന് വേറെ സ്റ്റാൻഡ് ഇങ്ങനത്തെ ഇല്ല. നമ്മുടെ മണ്ണഞ്ചേരിയുള്ള എങ്ങനെ സ്റ്റാൻഡ് ഉണ്ട്. എല്ലാരും വരുമ്പോ അന്തിച്ച് നിൽക്കുവാണ്. ഇപ്പോഴും എനിക്ക് അത്ഭുതമായി ഷിഹാബുദ്ദീന്റെ വർത്തമാനത്തിൽ പറഞ്ഞത് ഞങ്ങളെ മനസ്സറിഞ്ഞ് തൊട്ട് ചെയ്തു തന്നൊരു MLA എന്നാണ് പറഞ്ഞത്. സന്തോഷം. എങ്ങനെയാണ്? അത് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇത് ചെയ്തതിനെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ ആഴ്ചയോ 2 ദിവസങ്ങളിൽ വന്ന് ഇതിനെ പറ്റി വിലയിരുത്തിയിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ വേണം അതെല്ലാം നമ്മളോട് ചോദിച്ചിട്ട് അദ്ദേഹം ചെയ്തു തന്നെ. നല്ല ഇതായിരുന്നു ഞങ്ങളോട്. നല്ല കാരണം നല്ലൊരു MLA. എല്ലായിടും ഞങ്ങളുടെ റോഡുകൾ ഞങ്ങൾക്ക് ഇപ്പൊ വണ്ടി ഓടിക്കാൻ റോഡുകളെല്ലാം നല്ല ഇതായിട്ട് ചെയ്ത് കിഴക്കോട്ടുള്ള പാലങ്ങൾ റോഡുകളെല്ലാം നല്ല വിനയമായിട്ട് ചെയ്തു. അദ്ദേഹം തന്നെ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് സ്റ്റാൻഡും അല്ല, അതിന്റെ പുറകിൽ ഞങ്ങൾക്ക് വേണ്ടി ബാത്റൂം വരെ ഉണ്ട്. അത് MLA ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തതാണ്. അപ്പൊ വേറെ എങ്ങോട്ടും പോകണ്ട. അങ്ങനെ രാവിലെ ഇറങ്ങിക്കാൻ ഞങ്ങൾ രാത്രി വീട്ടിൽ കയറുന്നത്. അപ്പൊ അതിന് വേണ്ടിയാണ് MLA ഞങ്ങൾക്ക് വേണ്ടി ബാത്റൂം കൂടെ പണിതിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയിൽ കിടക്കുന്ന നമുക്ക് ആലപ്പുഴയെ പോലെയുള്ള സൗകര്യങ്ങളാണ് മണ്ണഞ്ചേരി ചിത്രണം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ MLA ഓട്ടോ തൊഴിലാളികൾക്ക്, അതായത് അവർക്ക് വെയിലും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണല്ലോ അവര്. അവർക്ക് റോഡൊക്കെ കിടന്നെങ്കിൽ മഴയത്ത് കിടന്ന് അവര് വെയിലത്ത് കിടന്ന് വണ്ടി ഇട്ടൊരവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ ആലപ്പുഴ MLA എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് നല്ല സന്തോഷത്തോടെ പറഞ്ഞ ഏറ്റവും നല്ല ആൾക്കാരാണ് മണ്ണഞ്ചേരിക്കാര്. ഇതായിട്ട് സഖാവാണ് ഞാന്. ഞങ്ങൾ ഈ ഇടയ്ക്ക് വന്ന ആൾക്കാര് പാർട്ടി യൂണിയന്റെ ഓക്കെ. അപ്പം അതിന്റെ ഭരണം ഒക്കെ എത്ര നാളത്തത്? ഇവിടെ നമുക്ക് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് തന്നത് പുള്ളിയാണ്. പഴയ ഒരു പൊളിഞ്ഞ് കിടക്കാറായ ഒരു ഓട്ടോ സ്റ്റാൻഡ് ആയിരുന്നു. അത് ഞങ്ങൾ അത് പറഞ്ഞില്ല, പുള്ളി തന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തന്നു. അപ്പം താങ്ക് യു. അപ്പൊ ചിത്തനം വരും ഉറപ്പായിട്ട് വരും. ഉറപ്പായിട്ട്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഓട്ടോ ഓടിക്കാനൊന്നും അറിയത്തില്ല. ഇതിൽ പിടിച്ചിട്ടേ ഭയങ്കര റിസ്ക്. ഈ വണ്ടി 3 വീല് വണ്ടിക്കകത്ത് എത്ര രോഗികളെയാണെങ്കിലും അവരുടെ കുടുംബം പോറ്റാൻ വെയിലത്തും മഴയത്തും ഒരിതില്ലാതെ കിടന്ന സ്ഥലമായത്. ഇവിടെ നമ്മുടെ MLA വന്നു. അവര് പോലും ചോദിക്കാതെ അവരുടെ വർത്തമാനത്തിൽ നിന്ന് MLA അത്രമാത്രം സ്നേഹിക്കുന്നവരാന്ന് എനിക്കിപ്പോ മനസ്സിലായി. നമ്മുടെ മണ്ണഞ്ചേരി ഓട്ടോ സ്റ്റാൻഡ് അവരോട് തന്നെ നമ്മുടെ കൂടെ, അതായത് രാപ്പകല് വെയിലും മഴയും കൊണ്ട് ഒരു സ്റ്റാൻഡിൽ ഇരുന്ന് രാത്രി അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി കിടന്ന് പണി ചെയ്ത് അവര് പൈസ ഉണ്ടാക്കാൻ നെടുവീരെ നെട്ടിപ്പിടിക്കുവാണ്. അവരുടെ ആ ഒരു ദുഃഖങ്ങളാണ് നമുക്കിപ്പോ മനസ്സിലായത്. ഏറ്റവും കൂടുതൽ നമുക്ക് മണ്ണഞ്ചേരി വന്നപ്പോ നല്ല സപ്പോർട്ട് തന്ന നമ്മുടെ ഓട്ടോ ഡ്രൈവർമാരാണ്. അവര് എത്ര നമിച്ചാലും അവരോട് നമുക്ക് ഒന്നും എന്താ പറയണ്ട. അവര് പറയുക ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു ബാത്റൂം. കാര്യം ഒരു ബാത്റൂം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് കാര്യമാണ്. അത് ഓട്ടോ സ്റ്റാൻഡിൽ കിട്ടുന്നത് മണ്ണഞ്ചേരി ഓട്ടോ സ്റ്റാൻഡിലാണ് അതെല്ലാം അനുവദിച്ചിരിക്കുന്നത്. അവര് ചോദിക്കാതെ അവരുടെ മനസ്സ് കണ്ടറിഞ്ഞ് രാപകൽ ഇവിടെ വന്ന് വെയിലത്തും മഴയത്തും അല്ലേ? അതെ. ഞങ്ങളിപ്പോ MLA കാണുന്ന സമയത്ത് നമുക്ക് 7 തൊട്ട് 8 വരെ അദ്ദേഹത്തെ പോയാൽ അവിടെ കാണാൻ പറ്റും. ഞങ്ങളിപ്പോ ഞങ്ങൾ വിളിക്കും. ഞങ്ങളുടെ കൺവീനർമാരൊക്കെ വിളിച്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഒരു 15 മിനിറ്റിൽ എന്തായാലും അദ്ദേഹം തിരിച്ചു വിളിക്കാം. നല്ല രീതിയിൽ ഒരു MLA എന്ന് പറഞ്ഞാൽ MLA അല്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരാളായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ മണ്ണഞ്ചേരി ഭാഗത്ത് MLA എന്തൊക്കെ കാര്യങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്? മണ്ണഞ്ചേരിയിൽ എന്നല്ല, ആലപ്പുഴ മണ്ഡലത്തിൽ MLA ചെയ്ത കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയം തികയത്തില്ല. കാര്യം അതിന് മാത്രം വികസനങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ കാണാനുണ്ട് നമുക്ക്. അല്ല, അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കേട്ട് MLA ഇത്രയും ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ അറിവ്. അങ്ങനെ പറയുന്നവരോട് ഞങ്ങൾ എന്താ പറയുക? ഞങ്ങൾക്ക് മണ്ണഞ്ചേരിയിലോട്ട് വന്നാൽ ഇപ്പൊ ഞങ്ങളുടെ പരിസരത്തുള്ള വികസനങ്ങൾ മാത്രം ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വികസനങ്ങളുണ്ട് ഇവിടെ. നമുക്ക് എന്താ പറയുക, കാണുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് തെളിവുകളുണ്ട്. ഒത്തിരി വികസനങ്ങൾ MLA ഫണ്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ സംഭവ്യമല്ലാത്ത പല കാര്യങ്ങളും നടത്തിയ ഒരാളാണ് ഇപ്പോഴും നിലവിലെ MLA. അദ്ദേഹത്തിന് എന്തുകൊണ്ടും തുടർന്ന് അടുത്ത MLA ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അദ്ദേഹം ഒരു മന്ത്രിയാകണം. മന്ത്രിയായിട്ട് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ആളാണ് അദ്ദേഹം ഇനിയും വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കടയിൽ കയറിയപ്പോഴേ അവിടുത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല്
ഇപ്പോഴത്തെ യൂത്ത് പയ്യൻ വേണം MLA ആകണമെന്നുള്ള ഇതിലാണ് ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചത്. അപ്പൊ നമ്മുടെ MLA അറിയാലോ, ഒരു കടലിലെ മോൻ തന്നെയാണ്, മീൻ പിറക്കി ജീവിച്ച വ്യക്തിയാണ്. അപ്പം ആ MLA നിങ്ങൾക്ക് എങ്ങനെയാ, വിശ്വാസമുണ്ടോ? പിന്നെ തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ MLA വിശ്വാസമുണ്ട്. കാര്യം ഒരു കുട്ടികൾക്ക് പോലും ഈ നമ്മുടെ MLA ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം പരിചയമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണ വീടുകളാണെങ്കിലും ഒരു മരിപ്പ് വീടുകളാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും എപ്പോഴും മുഖപരിചയമുള്ള ഒരു MLA ആണ് ഞങ്ങൾ. പണ്ടൊക്കെ ഒരു MLA എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ കൂടെ ഇല്ലായിരുന്നു. ഇപ്പം ഈ നമ്മുടെ ഈ ചിത്തരഞ്ജൻ MLA ഈ എപ്പോഴും മണ്ണഞ്ചേരിയിലാണ് ഈ പ്രദേശങ്ങളിൽ എപ്പോഴും എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്ക് വരെ നല്ലൊരു പരിചയമുള്ള ഒരു MLA ആണ്. തീർച്ചയായിട്ടും ചിത്തരഞ്ജൻ തന്നെ വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പൊ വികസനത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? വികസന രംഗത്ത് വളരെ കണ്ടമാനം മുന്നേറിയ ഒരാളാണ് നമ്മുടെ നിലവിലുള്ള MLA ശ്രീ ചിത്തരഞ്ജൻ. അദ്ദേഹം തന്നെ വീണ്ടും വരുന്നതായിരിക്കും നമ്മളെ ജനതയ്ക്കും നാടിനും നല്ലത്. നമ്മുടെ മണ്ണഞ്ചേരി അങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു 3-4 റോഡുകൾ, നല്ല വലിയ പാലങ്ങൾ, ജുമാഅത്ത് പള്ളി കേന്ദ്രീകരിച്ച് വലിയൊരു പാലം, ഏതാണ്ട് 60 ലക്ഷം രൂപയോളം ചെലവാക്കിയ ഒരു പാലം, മാർക്കറ്റ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് 82 ലക്ഷം രൂപയോളം ചെലവഴിച്ചുള്ള ഒരു പാലം, അതുപോലെ 250 മീറ്റർ നേരം മണ്ണഞ്ചേരി കിഴക്കോട്ട് 2.5 കിലോമീറ്ററുള്ള റോഡ്, അത് BMW ആ രീതിയിൽ ചെയ്ത റോഡ്, അതുപോലെ പള്ളി റോഡ്, കണ്ടമാനം പ്രവർത്തനങ്ങൾ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പാലങ്ങൾ, റോഡുകൾ, മറ്റത്യാവശ്യ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ളത്. വീണ്ടും അദ്ദേഹം തന്നെ വരുന്നതായിരിക്കും നാടിനും ജനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണോ? ഞങ്ങളെല്ലാം വ്യാപാരികളാണ്. ഞങ്ങളുടെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നിരന്തരം ഞങ്ങൾ MLA ആയിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മണ്ണഞ്ചേരി മാർക്കറ്റിന്റെ നവീകരണം വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി മണ്ണഞ്ചേരി മാർക്കറ്റ് നവീകരിക്കാൻ, മണ്ണഞ്ചേരിയുടെ വ്യാപാര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ ആ മാർക്കറ്റ് നവീകരണത്തോടുകൂടി സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു MLA ആണ് ഞങ്ങളുടെ MLA. ഉറപ്പായിട്ട് ഇവിടെ പ്രായത്തിന്റെ കാര്യങ്ങളല്ല, പരിചയ സമ്പന്നതയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ചിത്തരഞ്ജൻ MLA തന്നെ വീണ്ടും വരികയും ചെയ്യും, ഉറപ്പാണ് ഞങ്ങൾക്ക്. എല്ലാവരും അതിനോട് ഉറച്ചിരിക്കുകയാണ്. PPCക്ക് 1000 നന്ദി. ഈ ഓട്ടോ സ്റ്റാൻഡിന്റെയും മണ്ണഞ്ചേരിയുടെയും കാര്യത്തിൽ ഞാൻ ആദ്യം നന്ദി പറയുന്നു. PPC ചെയ്ത എല്ലാ കാര്യങ്ങളും, PPC മുടക്കി, കോടികൾ മുടക്കി എന്ന് പറഞ്ഞിട്ടും അതെല്ലാം വിനിയോഗിച്ച സ്ഥലങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പം മണ്ണഞ്ചേരിക്കാർക്കും മണ്ണഞ്ചേരി ഓട്ടോ സ്റ്റാൻഡും MLAക്ക് പറഞ്ഞ നന്ദി. ഇലക്ഷൻ വിശേഷമായി ഞങ്ങൾ വീണ്ടും ഇതിനെക്കാട് സത്യ, അതായത് ഇതിനെക്കാട് അടിപൊളി വാർത്തയുമായി ഞങ്ങൾ വരുന്നു. സന്ധിക്കും വരെ വണക്കം.